നമ്മുടെ നാട്ടിൽ ഈ പോക്സോ കേസുകൾ അത് വളരെ വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോഴും. പക്ഷേ ഇതിൽ പോലും ഒരുപാട് വ്യാജ കേസുകൾ വരുന്നുണ്ട്. എത്രയോ നിരപരാധികളാണ് ഇതിൻ്റെ പേരിൽ ജയിലിൽ പോയി കിടക്കേണ്ടി വരുന്നത്. കുറേ കാലത്തിന് ശേഷം അവർക്ക് അത് മനസ്സിലാക്കുന്നത് ഇത് കള്ളക്കഥയായിരുന്നു എന്നുള്ളത്. പക്ഷെ അപ്പോഴേക്കും ആ ഒരു വ്യക്തി അനുഭവിക്കാനുള്ളത് മുഴുവൻ അനുഭവിച്ച് ഒരുപക്ഷെ അയാളുടെ കുടുംബം പോലും തകർന്ന് വല്ലാത്തൊരവസ്ഥയിൽ ഇതിലിപ്പോൾ ഒരുപക്ഷെ പലരും ആത്മഹത്യയിട്ടുള്ളവർ പോലും കാണുമായിരിക്കാം. ഇതുപോലത്തെ ഒരു സംഭവമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലെ കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതായത് ഈ നിയമം ഭയങ്കരമായിട്ട് ദുരുപയോഗം ചെയ്യപ്പെടുകയാണ്. ഈ പോക്സോ നിയമത്തിൻ്റെ ഒരു കുഴപ്പം എന്നാണ് ഇത് ആ ഡൽഹിയിൽ നിർഭയ അതെ വിഷയത്തിൻ്റെ അതുകൂടൊക്കെ വന്നപ്പോഴത്തേക്കാണ് ഇത്തരം ഒരു നിയമത്തിൻ്റെ ആവശ്യകത വരുന്നതും അങ്ങനെ പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു നിയമമാണ്. ഈ നിയമത്തിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് പഴുതുകളുണ്ട്, അതുപോലെ ഒരുപാട് പ്രശ്നങ്ങളുമുണ്ട്. അതായത് ഒരു 56 ദിവസമെങ്കിലും ജയിലിൽ കിടക്കാതെ ഇതിന് ജാമ്യം കിട്ടുന്ന പരിപാടിയില്ല. അത് ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടി അത് പറയുന്നു എന്നെ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും വേണ്ട പിടിച്ചാത്ര. അതാണ് മാരക നിയമം. എത്ര അധ്യാപകരാണ് അപ്പം നമുക്കറിയാം, ഇപ്പം കഴിഞ്ഞ ദിവസം ഇടുക്കിയിൽ ഒരു പെൺകുട്ടി കാമുകൻ്റെ വീട്ടുകാരും ചേർന്ന് പ്രേരിപ്പിച്ചതിനെ തുടർന്ന് ഈ പെൺകുട്ടി അച്ഛൻ പ്രണയത്തെ എതിർത്തതിൻ്റെ പേരിൽ അച്ഛനെ മകൾ പോക്സോ കേസിൽ കൊടുക്കുകയെന്ന് പറയുന്ന ഒരു വാർത്ത. എനിക്കത് കേട്ടിട്ട് ഞെട്ടലൊന്നും തോന്നിയില്ല. കാരണം നമ്മുടെ നാട്ടിൽ ഇതുപോലെ ഉണ്ടെന്ന് ഞാൻ കണ്ടതാണ്. അമ്മയ്ക്ക് അച്ഛനോട് പിണക്കം, 2 പിള്ളേരുണ്ട്. അതിലൊരു കുട്ടിയെ കൊണ്ട് അച്ഛനെതിരെ പോക്സോ കേസ് കൊടുപ്പിച്ചു. അച്ഛനെ വക്കീൽ മിടുക്കനായതുകൊണ്ട് മാത്രം അയാൾ അകത്തുമില്ല. അയാൾ ഒളിച്ചോടി നടന്ന് പക്ഷേ അവസാനം എന്ത് പറ്റി, ഇയാൾ ജാമ്യം കിട്ടിയിട്ട് കേസ് വിചാരണയ്ക്ക് വന്നപ്പോൾ എന്താ പോലീസ് ഇതിനകത്ത് കളിച്ചു. പോലീസും കളിച്ചിട്ട് അവസാനം ജഡ്ജി എന്ത് ചെയ്തു, ഈ പിതാവിനെ വെറുതെ വിട്ടു എന്ന് മാത്രമല്ല മാതാവിനെതിരെ പോക്സോ കേസ് എടുക്കാൻ ഉത്തരവിട്ടു. ഈ കുട്ടിയെ ദുരുപയോഗം. പോലീസിനെതിരെ രൂക്ഷ വിമർശനമുണ്ട്. പോലീസ് എന്ത് നോക്കിയിട്ടാണ് ചെയ്തതെന്ന് ചോദിച്ചു. കാരണം ഈ കുട്ടി അവസാനം മൊഴി മാറ്റി. 2 കുട്ടികളാണ്, അതിൽ ഒരു കുട്ടി പറഞ്ഞു ഇത് കുടുക്കിയതാണെന്ന് പറഞ്ഞു. അങ്ങനെ വന്നപ്പോൾ അടുത്ത കുട്ടിയും ഈ ഇരയായിട്ട് വ്യാഖ്യാനിക്കപ്പെട്ട കുട്ടിയും പറഞ്ഞു. പിന്നീട് ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്, ഇടുക്കിയിൽ സംഭവിച്ചിരിക്കുന്നത്, ഈ മകൾ ആ അച്ഛന് ഏറ്റവും പ്രിയപ്പെട്ട മകളാണ്, പൊന്നുപോലെ വളർത്തിയ മോളാണെന്നാണ്. അതുപോലെ അച്ഛനോട് ഏറ്റവും ഇഷ്ടം ഉള്ള മകളാണ്. അത് +2 എങ്ങാണ്ട് പഠിക്കുന്ന സമയത്താണ് ഈ ഫോണിനകത്തുകൂടി ഒരു കാമുകനുണ്ട്, കാമുകനുമായിട്ട് സംസാരിക്കുന്നു, ചാറ്റ് ചെയ്യുന്നു. അവർ തമ്മിൽ കണ്ടുകൊണ്ട് അച്ഛൻ മകളെ വഴക്ക് പറയുക, ഫോൺ വാങ്ങി വെക്കുകയോ ചെയ്യുന്നു. ഉടനെ ഈ മകൾ അച്ഛനെതിരെ പോക്സോ ആരോപണം ഉന്നയിക്കുകയാണ്. അച്ഛൻ 18 മാസം ജയിലിൽ കിടന്നു. എന്ന് വെച്ചാൽ 1.5 വർഷം ഒരു കുറ്റവും ചെയ്യാതെ അച്ഛൻ ജയിലിൽ കിടന്നു. ഇതിനിടയ്ക്ക് മകൾക്ക് പ്രായപൂർത്തിയായി, അവൾ കാമുകൻ്റെ കൂടെ പോവുകയും ചെയ്തു. അച്ഛൻ ജയിലിലുമായി. എന്നിട്ട് ആ അച്ഛൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു ഡയലോഗ് അദ്ദേഹം പറയുന്ന അത് കേട്ട് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് സങ്കടം വരുന്നത്. എൻ്റെ മകളല്ലേ, ഞാനതുകൊണ്ട് അങ്ങ് ക്ഷമിച്ചു എന്ന് മാത്രമാണ്. അത് അദ്ദേഹം ക്ഷമിച്ചാണ് പറയും. പക്ഷെ നമ്മുടെ നിയമ സംവിധാനം ഉപയോഗിച്ച് നിർബന്ധമായി ആ കുട്ടിയെ കേസിൽ പ്രതിയാക്കണം, ആ കാമുകനെ. ഇതിനൊന്നും നമ്മുടെ ഈ നിയമത്തിൽ വകുപ്പില്ല എന്നുള്ളതാണ് പ്രശ്നം. പ്രായപൂർത്തിയാകാത്ത കാലത്ത് പറഞ്ഞതാണ്. ഇതുപോലെ ഒത്തിരി കേസ് വന്നില്ലേ. കഴിഞ്ഞിടയ്ക്ക് ആലപ്പുഴയിലൊരു സ്കൂളിലെ ഒരു വാച്ച്മാനാണോ ഡ്രൈവറാണോ, വാച്ച്മാനാണെന്ന് തോന്നുന്നു അല്ലേ, വാച്ച്മാനാണ്. ഈ വാച്ച്മാനെ ഇതുപോലെ പീഡന കേസിൽ കൊടുക്കി, അയാൾ ഇതുപോലെ ജയിലിൽ കിടന്നു. അവസാനം ഈ കുട്ടി തന്നെ പറഞ്ഞു ഇത് തന്നെയാണ് സംഭവം. നല്ല പ്രായമുള്ള മനുഷ്യനാണ്, ആലപ്പുഴ നല്ല പ്രായം. അത് തന്നെയാണ് സംഭവം. കാമുകിയോട് പറയുന്നു, അയാൾ വീട്ടിൽ പറയും നിങ്ങളെ ഇതിൽ ബന്ധം വരും, അതുകൊണ്ട് അവനെ കേസിൽ കുടുക്കിയേക്കാം എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. നമ്മുടെ ഈ സമൂഹം എങ്ങോട്ട് പോകുന്നു. അതിനൊപ്പം തന്നെ ഇതിനകത്ത് പല ഭാഗത്ത് വീഴ്ചയുണ്ട്. ഇപ്പം കോടതിയാണ് അവസാന തീർപ്പെന്ന് പറഞ്ഞാൽ പോലും ഈ കോടതിയുടെ മുന്നിൽ വിചാരണ നടക്കുന്നിടം വരെ ഈ നിരപരാധികൾ ജയിലിലടയ്ക്കപ്പെടുന്നു. അതിന് അവർക്ക് എന്ത് നഷ്ടപരിഹാരമാണ് അവർക്ക്. സമൂഹത്തിന്റെ മുന്നിലും വീട്ടുകാർക്ക് മുന്നിലും എല്ലാവരും ഒരു അപഹാസ്യരാണ്. ഇതിനകത്ത് വലിയ ദുരന്തം സംഭവിച്ചല്ലോ. ഈ കേസ്, ഇടുക്കി കേസിൽ ഇതിൻ്റെ ആങ്ങള പയ്യൻ, ഈ പെണ്ണിൻ്റെ ഇളയ പയ്യൻ, ആ പയ്യന് ഇത് വലിയ ഷോക്കായി. എന്നിട്ട് ആ പയ്യൻ പഠിക്കാൻ മിടുക്കനായിരുന്നു. അവൻ്റെ പഠനം മൊത്തം ഉഴപ്പി. അവൻ 10ൽ പഠിച്ചിട്ട് പഠിപ്പ് നിർത്തി.
10ാം ക്ലാസ്സോടുകൂടി അവൻ പഠിപ്പ് നിർത്തിയിട്ട് അവനിപ്പം ചിത്രരചനയൊക്കെ ആയിട്ട് നടക്കുന്നു എന്നാണ് പറഞ്ഞത്. അമ്മയാണ് ഏറ്റവും തകർന്നു പോയത്. കാരണം ഇത് ചെയ്തിട്ടില്ലെന്ന് ഇവർക്കെല്ലാം അറിയാം. പക്ഷേ കേസിൽ പ്രതിയാകും. ഈ നിയമം വ്യാപകമായി ദുരുപയോഗം ചെയ്യുന്നുണ്ട്, വ്യാപകമായിട്ട്. അത് കാരണം അത് കൂടുതൽ ഉപയോഗിക്കുന്ന നിയമപാലകർ തന്നെയാണ്. ഇവർ തന്നെ അമ്മ ഒരു കുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് പണ്ടൊരു കേസ് ഒന്നും ഓർമ്മയുണ്ട്. നമ്മൾ അക്കാര്യത്തിൽ കൃത്യമായി നമ്മൾ നിലപാട് സ്വീകരിച്ചു. അവരും ജയിലിൽ പോയായിരുന്നു തോന്നല്ലേ? പോയെന്ന് തോന്നണം. അവർ വലിയ കഷ്ടമല്ലേ ഇത്? കാര്യം പിടിച്ചപ്പ ജയിലിടെയാണ് നമ്മളാ അകത്താക്കുക എന്നുള്ളതാണ് എത്രയും വേഗം. ഇതിന് എന്തെങ്കിലും നമ്മുടെ നിയമ സംവിധാനത്തിൽ ഇതിന് കാലാനുസൃതമായി മാറ്റം വരുത്തണം. അതല്ലെങ്കിൽ ഇന്നും ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. പല സംഭവങ്ങളിലും നമ്മൾ ഈ പോക്സോ കേസിൽ പ്രതിയെന്ന് കരുതുന്നവർക്ക് ഇതുപോലെ ഉള്ളവരായിരിക്കും. അല്ല, പോക്സോ നിയമം കാടൻ നിയമമാണ്. കാരണം വേണ്ടത് തന്നെയാണ്, അത് വേണ്ടാന്ന് നമ്മൾ പറയുന്നത്. പക്ഷെ അതിനകത്ത് ഈ ശരി തെറ്റ് ഇപ്പൊ ഒരുപാട് സ്ഥലത്ത് ഉദ്യോഗസ്ഥർക്ക് DGP നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, അനാവശ്യമായിട്ട് പോക്സോ കേസ് എടുക്കരുത്. കൃത്യമായി പഠിച്ച് അന്വേഷിക്കാതെ ഒരു കാരണവശാലും പോക്സോ എടുക്കാൻ പാടില്ല. കൃത്യമായിട്ട് പഠിക്കണം, ഇതിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ലയോ എന്നുള്ളത്. നമുക്ക് ഓർമ്മയുണ്ട്, പോക്സോ ആണോന്ന് എനിക്ക് ഓർമ്മയില്ല. കുറച്ച് ഇടുക്കി മൂന്നാറിൽ കോളേജ് വിദ്യാർത്ഥിനികൾ അവിടുത്തെ കോളേജ് അധ്യാപകന്റെ പേരിൽ കള്ളക്കേസ് കൊടുത്ത് കേസ് കൊടുത്ത് അയാളകത്ത് പോയി. അയാൾ ഒരുപാട് കാലം കടന്നു ജയിലിൽ. അയാളകത്ത് പോയി. അയാൾ ഈ കഴിഞ്ഞിടയ്ക്കാണ് പുറത്തു പോയത്. എന്നിട്ട് അവസാനം ഇവർ തന്നെ മാറ്റി പറഞ്ഞു. അത് SFIക്കാരാണ്. SFIക്കാർ ആണ് ഈ കുട്ടികൾ SFIക്കാരികളാണ്. SFIയുടെ നേതാക്കന്മാരെയാണ് ഉപദേശിച്ചത് ഇയാളെ ഇങ്ങനെ പീഡന കേസ് കൊടുത്താൽ മതി, കോപ്പി അടിച്ചിട്ട് പിടിച്ചയാൾ. അതുകൊണ്ട് അവർ ചെയ്ത പരിപാടിയാണത്. ഇയാളകത്ത് കിടന്നു. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ നമുക്ക് ഈ സുനീൽ പറഞ്ഞതിൽ ആണുങ്ങൾക്ക് ചോദിക്കാനും പറഞ്ഞാൽ ആരും ഇല്ലല്ലോ എന്ന് പറഞ്ഞതുപോലെ പലപ്പോഴും ഇതിൽ പുരുഷന്മാർ ഇരകളാക്കപ്പെടും എന്നുള്ള സത്യമാണ്. ഈ മാത്രമല്ല ഇതിൽ ആ പെൺകുട്ടിയുടെ കാമുകൻ അയാളെ വീട്ടുകാരുമാണ് ഈ പെൺകുട്ടിക്ക് ഉപദേശം കൊടുത്തത്. അല്ല, എനിക്ക് ഈ കുഞ്ഞുങ്ങൾക്ക് ഇത് എങ്ങനെ തോന്നുന്നു? സ്വന്തം അച്ഛനെ കുറിച്ച് പറയുക, അതെനിക്ക് തോന്നുന്നു അവർക്ക് അറിവില്ലാത്ത പ്രായത്തിൽ ഇതുപോലെ ഒരു കാമുകനെ എവിടെയെങ്കിലും കിട്ടും. അവരുടെ വീട്ടുകാർ ഇതിനേക്കാളും പുറന്മാരായിരിക്കും. അവരെ കൂടെ ചേർന്ന് ആസ്ഥാനം ചെയ്യില്ല. അല്ലെങ്കിൽ നോർമൽ സാധാരണ ഒരു മനുഷ്യന് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ? മകളെ കൊണ്ട് അച്ഛൻ്റെ വലിയ കള്ളം പോക്സോ കേസ് പഠിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ആലോചിക്കാൻ പറ്റാത്ത കാര്യമല്ലേ? വല്ലാത്തൊരു വല്ലാത്തൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നതെന്ന് പറയേണ്ടത്. നമ്മൾ ആരുവാണെങ്കിലും നാളെ ഇത്തരം കേസുകളിലൊക്കെ കുടുങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വിരോധം ഇങ്ങനെയൊക്കെ ചെയ്യാം. കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലത്ത് തന്നെ ഏഷ്യാനെറ്റിലെ മാധ്യമപ്രവർത്തകരെ പോലെ പോക്സോ കേസ് അത് പക വീട്ടാൻ വേണ്ടി ചെയ്തില്ല. അപ്പൊ ഇതൊക്കെ അതായത് വാർത്ത കൊടുത്തതിന്റെ പക വീട്ടാൻ വേണ്ടി ചെയ്ത പരിപാടിയാണ്. പോക്സോ കേസ് ഞാൻ കൊടുക്കുക. അതൊക്കെ ഇവര് അൻവറും ഈ പറയുന്ന മുൻജഡ്ജ് സുദീപ് എന്ന് പറഞ്ഞൊരു മുൻജഡ്ജുണ്ട്, മുൻജഡ്ജും ഇവിടുത്തെ ഈ MR അജിത്കുമാറും P ശശി എല്ലാം കൂടെ ചേർന്നുള്ള ഒരു ബെൽറ്റാണ് ആ കേസ് ഫ്രെയിം ചെയ്തത്. എന്നിട്ട് എന്താ പറ്റി? കോടതി ചേർത്ത് ദൂരെ കളഞ്ഞു. പക്ഷേ ഈ ചെയ്ത കർമ്മങ്ങൾക്കെല്ലാമേ അതിൻ്റെ പണി കിട്ടിയിട്ട് ഇവന്മാർക്ക് ഭൂമിയിൽ നിന്ന് പോകുള്ളൂ. എന്തായാലും അത്രത്തോളം ദ്രോഹമാണ് ഇവരോട് ചെയ്തത്. ഈ ഇദ്ദേഹത്തിൻ്റെ മകള് ശരിക്കും ഇപ്പോൾ എവിടെയെങ്കിലും ഭർത്താവ് മറ്റ് സ്വഭാവം ജീവിക്കുകയായിരിക്കും. പക്ഷേ ഈ അച്ഛനോട് കാണിച്ചതിൻ്റെ ആ പാപഫലം എന്നാലും ആ കുട്ടിയെ തേടിയെത്തുക തന്നെ ചെയ്യും. ഇങ്ങനെ ചെയ്ത എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. എന്തായാലും നമ്മുടെ പെൺമക്കളോടാണ് ഒരു കാരണവശാലും ഇങ്ങനത്തെ പരിപാടികളൊന്നും ഒരിക്കലും കാണിക്കരുത്. സ്വന്തം അച്ഛനെ കുറിച്ചൊക്കെ ഇല്ലാ വചനം പറഞ്ഞു പിടിപ്പിക്കുന്നത്. അത് ഇന്നലെ വരെ കണ്ടിട്ടില്ലാത്ത അജ്ഞാതനായ കാമുകൻ്റെ വീട്ടുകാരും പറഞ്ഞതും കേട്ടോണ്ട് ഇനി അവിടെ ചെല്ലും. ഇനി അവിടെ ചെന്നിട്ട് ആ കൊച്ചെന്തൊക്കെ അനുഭവിച്ചിട്ടുള്ള ദൈവത്തിനാണ്. കാരണം ഇവരെ നിലവാരം നമുക്ക് മനസ്സിലായി. ഇത് ഈ കല്യാണം കഴിച്ചവൻ്റെ അവൻ്റെ കുടുംബത്തിൻ്റെയൊക്കെ ചിലപ്പോൾ ഇതിനേക്കാൾ വലിയ ദുരിതത്തിൽപ്പെട്ടിരിക്കുകയായിരിക്കും അവിടെ. എന്തായാലും ഇതൊരു പാഠമായിരിക്കണം എല്ലാവർക്കും. അത് മാത്രമേ പറയാൻ.